പ്രിയരെ നമസ്കാരം. ഹിന്ദുമതത്തിലെ 4 വേദങ്ങളിൽ ഒന്നാണ് യജുർവേദം. ഭാരതീയ തത്വചിന്തയിലും ആത്മീയതയിലും ആചാരാനുഷ്ഠാനങ്ങളിലും യജുർവേദത്തിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെ പേര് ത്യാഗസൂത്രവാക്യങ്ങളുടെ വേദം അഥവാ ത്യാഗത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് വിലയിരുത്താം. അതിൽ ശ്ലോകങ്ങളും ഗദ്യമന്ത്രങ്ങളുമുണ്ട്. യജുർവേദം അഗ്നിയാഗങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നതിനുള്ള വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളും വ്യക്തിഗത വളർച്ചയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം മനസ്സിലാക്കുന്നതിനുള്ള ഒരു സമീപനം യജുർവേദം നൽകുന്നു. യജുർവേദത്തിന്റെ വിഭജനങ്ങളെക്കുറിച്ചും ഉള്ളടക്കത്തെക്കുറിച്ചും കൂടുതൽ പരിശോധിക്കാം. ക്രിസ്തുവിന് മുൻപ് 1200-നും 800-നും ഇടയിലാണ് യജുർവേദം രചിക്കപ്പെട്ടത്. 4 വേദങ്ങളിൽ രണ്ടാമത്തേതാണ് യജുർവേദം. ആദ്യത്തേത് ഋഗ്വേദം, 3ഉം 4ഉം സാമവേദവും അഥർവവേദവുമാകുന്നു. യാഗം എന്ന അർത്ഥം വരുന്ന യജുസ്, അറിവ് എന്ന അർത്ഥം വരുന്ന വേദം എന്നീ സംസ്കൃത പദത്തിൽ നിന്നുമാണ് യജുർവേദത്തിന്റെ ഉത്ഭവം. യജുർവേദത്തെ പലപ്പോഴും ത്യാഗസൂത്രങ്ങളുടെ വേദം എന്ന് വിളിക്കപ്പെടുന്നു. യജുർവേദം സ്രഷ്ടാവായ ബ്രഹ്മാവിന്റെ തെക്കൻ മുഖത്തു നിന്നും ഉരുത്തിരിഞ്ഞതാണെന്നും പറയപ്പെടുന്നു. വൈദിക യാഗങ്ങളുടെ പ്രകടനത്തിലാണ് ഈ വേദം കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു യാഗത്തിന്റെ മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന മുതിർന്ന പുരോഹിതനാണ് അധ്വർയു. അതിനെ അധ്വർയു വേദം എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ മന്ത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് യജുസ്. ഈ മന്ത്രങ്ങൾ യജുസിൽ കാണപ്പെടുന്നു. യജുർവേദത്തിന്റെ ഏറ്റവും പഴയ പാളിയിൽ ഏകദേശം 1875 യഥാർത്ഥ കവിതകളുണ്ട്. ഈ കവിതകൾ ഋഗ്വേദത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള കവിതകളിൽ നിന്ന് എടുത്തു നിർമ്മിച്ചതാണ്. പുരാതന ഭാരത ഗ്രന്ഥങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് യജുർവേദം. അത് ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്നു. അതിന്റെ പ്രധാന വശങ്ങളും അവയുടെ വിവരണങ്ങളും അറിഞ്ഞിരിക്കേണ്ട വസ്തുത തന്നെയാണ്. ഋഗ്വേദത്തിന്റെ അർത്ഥം ത്യാഗത്തിന്റെ ജ്ഞാനം അഥവാ ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്ന് വിവർത്തനം ചെയ്യാം. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ 4 വേദങ്ങളിൽ ഒന്നായി യജുർവേദം വർഗീകരിച്ചിരിക്കുന്നു. ശുക്ല യജുർവേദം അഥവാ വെളുപ്പ്, കൃഷ്ണ യജുർവേദം അഥവാ കറുപ്പ് എന്നിങ്ങനെ 2 പ്രധാന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യജുർവേദം. അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും നടത്തുന്നതിനുള്ള ഗദ്യവും പദ്യവുമായ സൂത്രവാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രാഥമികമായി ഈ വേദവും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടതാണ്. യജുർവേദത്തിന് വിവിധ സവിശേഷതകളുണ്ട്. അതിലെ ആചാര നിർദ്ദേശങ്ങൾ പ്രകാരം യജുർവേദം അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും നടത്തുന്നതിന് വിവിധ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇത് പ്രധാനപ്പെട്ട ഘട്ടങ്ങളും മന്ത്രങ്ങളും വിവരിക്കുന്നു. വിവിധ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മന്ത്രങ്ങളുടെയും വാക്യങ്ങളുടെയും സമൃദ്ധമായ ശേഖരം ഈ ഗ്രന്ഥത്തിലുണ്ട്. ഇത് വൈദിക സംസ്കാരത്തിന്റെ ആത്മീയ ഭാഗത്തെയും ദൈവിക ആരാധനയുടെ പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഐശ്വര്യം, ആരോഗ്യം, ആത്മീയ വളർച്ച തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ട് ആചാരങ്ങൾ നടത്തുന്നതിനായി യജുർവേദം ആളുകളെ നയിക്കുന്നു. ശുക്ല യജുർവേദം അഥവാ വെളുത്ത യജുർവേദം, കൃഷ്ണ യജുർവേദം അഥവാ കറുത്ത യജുർവേദം എന്നിങ്ങനെ യജുർവേദത്തെ പരമ്പരാഗതമായി 2 പ്രധാന ശാഖകളായി തിരിച്ചിരിക്കുന്നു. ശുക്ല യജുർവേദം പ്രാഥമികമായി വാചസ്പനേയ സംഹിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണ യജുർവേദം തൈത്തരീയം, മൈത്രായണി, കഥക, കപിസ്ഥലം എന്നീ 4 പ്രധാന സംഹിതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാചസ്പനേയ സംഹിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശുക്ല യജുർവേദത്തിന്റെ സവിശേഷത അതിന്റെ ഗദ്യരൂപമാണ്. ശുദ്ധതയെയും വ്യക്തതയെയും പ്രതീകപ്പെടുത്തുന്ന വെളുത്ത രൂപഭാവം കാരണമാണ് ഇതിനാ പേര് ലഭിച്ചത്. വാചസ്പനേയ സംഹിതയിൽ പ്രധാനമായും ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ട ഗദ്യമന്ത്രങ്ങളുണ്ട്. മറുവശത്ത് കൃഷ്ണ യജുർവേദം ഒന്നിലധികം സംഹിതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഗ്രന്ഥങ്ങളുടെ ശേഖരം തന്നെയുണ്ട് എന്നർത്ഥം. ഈ സംഹിതകളെ അവയുടെ അനുഷ്ഠാനങ്ങളാലും പദ്യരൂപങ്ങളാലും വ്യത്യസ്തമാക്കുന്നു. ശുക്ല യജുർവേദത്തെ അപേക്ഷിച്ച് കൂടുതൽ വിശദമായ സ്വഭാവമുള്ളതിനാൽ കൃഷ്ണ യജുർവേദത്തെ കറുപ്പ് എന്ന് വിളിക്കുന്നു. കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തരീയ സംഹിത. ഇത് 7 പുസ്തകങ്ങളായി അല്ലെങ്കിൽ കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. വിവിധ യാഗങ്ങൾ, ചടങ്ങുകൾ, പ്രാർത്ഥനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്തുതിഗീതങ്ങളും അനുഷ്ഠാന നിർദ്ദേശങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തൈത്തരീയ സംഹിതയിൽ അഗ്നിയാഗങ്ങളും ഗൃഹസ്ഥർ അനുഷ്ഠിക്കുന്ന ചടങ്ങുകളും ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകളെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾ കാണാം. അതിൻ്റെ ശ്രദ്ധേയമായ വിഭാഗങ്ങളിൽ ഒന്നാണ് തൈത്തരീയ ബ്രാഹ്മണം. തൈത്തരീയ ബ്രാഹ്മണം ബലികർമ്മങ്ങളുടെ വിശദീകരണവും വ്യാഖ്യാനവും നൽകുന്നു. കൃഷ്ണ യജുർവേദത്തിന്റെ മറ്റൊരു ശാഖയാണ് മൈത്രായണി സംഹിത. മൈത്രേയ മുനിയിൽ നിന്നാണ് മൈത്രായണി എന്ന പേര് ലഭിച്ചത്. 7 ഗ്രന്ഥങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സംഹിതയിൽ ഗദ്യപദ്യ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ സംഹിത യാഗങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രകടനത്തെ ഊന്നിപ്പറയുമ്പോൾ തത്വശാസ്ത്രപരമായ പഠിപ്പിക്കലുകളും ഉൾപ്പെടുന്നു. മൈത്രായണി സംഹിത ആന്തരിക ശുദ്ധീകരണത്തിന്റെയും ആത്മീയ പ്രതിബദ്ധതയുടെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നുണ്ട്. കൃഷ്ണ യജുർവേദത്തിലെ മറ്റൊരു സംഹിതയായ കഥക സംഹിത, കഥാസംഹിത എന്നും അറിയപ്പെടുന്നു. കൃഷ്ണ യജുർവേദത്തിലെ അത്ര അറിയപ്പെടാത്ത ശാഖകളിൽ ഒന്നാണിത്. അതിൽ സ്തുതിഗീതങ്ങൾ, ആചാരങ്ങൾ, തത്വചിന്താപരമായ അധ്യാപനങ്ങൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. കഥാ ഉപനിഷത്ത് കഥക സംഹിതയിൽ ഉൾച്ചേർത്ത ഒരു തത്വശാസ്ത്ര ഗ്രന്ഥമാണ്.
സ്വയത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾക്ക് ഇത് പ്രസക്തമാണ്. കപിസ്ഥല സംഹിത കൃഷ്ണ യജുർവേദത്തിൻ്റെ തന്നെ മറ്റൊരു ശാഖയാണ്. മറ്റു സംഹിതകളെ അപേക്ഷിച്ച് കപിസ്ഥല സംഹിത താരതമ്യേന പ്രാബല്യം കുറവാണ്. മറ്റു ശാഖകൾക്ക് സമാനമായ ശ്ലോകങ്ങളും അനുഷ്ഠാന സൂത്രവാക്യങ്ങളും ഇതിലും അടങ്ങിയിരിക്കുന്നു. ഇത് പ്രാചീന വൈദിക ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു. യജുർവേദത്തിലെ രസകരമായ ചില വസ്തുതകൾ എടുത്തു പറയേണ്ടതുണ്ട്. 3000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് യജുർവേദത്തിന്റെ ഉത്ഭവം. മനുഷ്യരാശിക്ക് ചിരപരിചിതമായതിൽ വെച്ച് ഏറ്റവും പഴയ മന്ത്രങ്ങളിലൊന്നായി ഇത് മാറുന്നു. മനുഷ്യരും ദൈവികതയും തമ്മിലുള്ള ഐക്യം സ്ഥാപിക്കുന്നതിൽ വേദത്തിന് ആചാരങ്ങളുടെയും യാഗങ്ങളുടെയും പ്രധാന പങ്കുണ്ട്. ഇത് പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക ക്രമവും സമൃദ്ധിയും ഉറപ്പാക്കുന്നു. മതപരമായ ആചാരങ്ങൾ, ദാർശനിക ചിന്തകൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയുൾപ്പെടെ ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ വശങ്ങളെ യജുർവേദ അധ്യാപനങ്ങൾ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വർഷങ്ങളായി പണ്ഡിതന്മാർ യജുർവേദ പഠനത്തിനായി സ്വയം സമർപ്പിച്ചിരിക്കുന്നു. ഇത് വൈവിധ്യമാർന്ന സാംസ്കാരിക വശങ്ങളിലേക്കും ഈ പുരാതന ലിപിയെക്കുറിച്ചുള്ള ധാരണയിലേക്കും നയിച്ചു. വിവിധ സംഹിതകളും വിഭജനങ്ങളുമുള്ള യജുർവേദം ഹിന്ദുമതത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി തുടരുന്നു. ആചാരങ്ങൾ, ത്യാഗങ്ങൾ, ആത്മീയ ആചാരങ്ങൾ എന്നിവയിൽ പരിശീലകരെ നയിക്കുന്നു. ഇത് പുരാതന ഭാരതത്തിന്റെ ജ്ഞാനം, വിശ്വാസങ്ങൾ, സാംസ്കാരിക പൈതൃകം എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. തലമുറകൾക്ക് പ്രചോദനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായി വർത്തിക്കുന്നു. വർഷങ്ങളോളം അതിൻ്റെ അറിവും അധ്യാപനവും കൊണ്ട് ആത്മീയത അന്വേഷിക്കുന്നവരെ ആചാരാനുഷ്ഠാനങ്ങൾ, ത്യാഗങ്ങൾ, തത്വചിന്തയുടെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളിൽ നിന്ന് തലമുറയായി പ്രചോദനം നൽകുന്നു. ജ്ഞാനോദയത്തിനും ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടിയുള്ള ആളുകളുടെ ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണത്തിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളായി യജുർവേദം വർത്തിക്കുന്നു. യജുർവേദത്തിന്റെ സ്ഥാപകൻ അഥവാ രചയിതാവ് ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. ലിഖിത രൂപത്തിൽ സമാഹരിക്കപ്പെടുന്നതിന് മുൻപ് തലമുറകളിലൂടെ വാമൊഴിയായി അറിവ് കൈമാറിയ ഋഷിമാരുടെയും ദർശകരുടെയും അധ്യാപനത്തിൽ നിന്നുമാണിത് ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഋഗ്വേദവും യജുർവേദവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ ശ്രദ്ധ കേന്ദ്രീകരണത്തിലും ഉള്ളടക്കത്തിലുമാണ്. ഋഗ്വേദത്തിൽ പ്രാഥമികമായി സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനകൾ, തത്വചിന്തപരമായ ഉൾക്കാഴ്ചകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതേസമയം യജുർവേദം ത്യാഗസൂത്രങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ഊന്നൽ നൽകുന്നു. പ്രിയരെ, യജുർവേദത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ ഇവിടെ പങ്കുവയ്ക്കുക. അടുത്ത വീഡിയോയിൽ സാമവേദത്തെക്കുറിച്ച് പരിശോധിക്കാം. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.